അമ്മോ നീ എപ്പോഴാ വരിക? കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും. എന്തേ? വൈകുന്നേരം ഹുസൈൻ സാറിന്റെ മോന്റെ എൻഗേജ്മെന്റ് ഉണ്ട്, നേരത്തെ വരണം കേട്ടോ. ഹുസൈൻ സാറോ? അതാരാണ്? ഞാനൊന്നും ഇല്ല അമ്മ, എനിക്ക് വീട്ടിൽ വന്നിട്ടൊന്ന് ഉറങ്ങണം. My dream always gave me my perfect click. അളിയ യൂട്യൂബ് വ്യൂസ് കൂടുന്നുണ്ടോ? എവിടുന്ന്? ഇതൊന്നും ഇപ്പം ആർക്കും വേണ്ട. ഓഹ്, അവസാനമായിട്ട് ഇവിടുത്തെ കക്കൂസിലൊന്ന് പോയി തൂറി. എന്തൊരു സുഖം. അമ്മമാരൊക്കെ പോയോ? പോയിക്കൊണ്ടിരിക്കണു. എന്നാലും ഇന്നലെ രാത്രി അവള് നിന്നെ കാണാൻ പോയിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റാനില്ല. അവൾ നല്ല ആടാ. ഞാനല്ല കൊണ്ട് നശിപ്പിച്ചു. ബ്രേക്കപ്പ് ആയ സമയത്ത് ഞാനൊരു സോറി പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവൾ തിരിച്ചു വന്നേനെ. എന്നാ നീ ഇപ്പോൾ പോയൊരു സോറി പറ. അവളിപ്പോൾ പോയിട്ടുണ്ടാവും. നീ അതൊക്കെ ഒന്ന് വിടാമോ? എനിക്കാണ് ഈ ഓഫീസിലൊക്കെ പോയി ഒരു യന്ത്രമനുഷ്യനായിട്ട് ജോലി ചെയ്യണ കാര്യം ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. ശമ്പളം കിട്ടൂലേ, അത് മതി. ഉവ്വ. അച്ഛൻ അടുത്ത വർഷം റിട്ടയർ ചെയ്യും. ഏട്ടനാണ് ഇങ്ങനെ. എനിക്കതൊക്കെ ആലോചിച്ചിട്ട് ഭ്രാന്ത് പിടിക്കുന്നു. റിട്ടയർ ചെയ്താൽ അങ്ങേക്ക് പെൻഷൻ കിട്ടും. നീയേ നിന്റെ കാര്യങ്ങൾ മര്യാദയ്ക്ക് നോക്ക്. ചോദിക്കാണ്ട് എനിക്കൊരു ബൈക്ക് വാങ്ങി തന്നു. എന്നിട്ട് ഞാൻ പഠിച്ചില്ല, നന്നായില്ല. നീ വെറുതെ ഡാർക്ക് അടിക്കണ്ട. ഞാൻ ആദ്യം ഒന്ന് ബാംഗ്ലൂരിൽ ഒന്ന് സെറ്റിൽ ആവട്ടെ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോരെ. അളിയാ, നിനക്ക് ഇനി ഒന്നും ഷിഫ്റ്റ് ചെയ്യാനില്ലല്ലോ? കുറച്ചുകൂടെ സാധനമുണ്ട്, അതിപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്യണം. 10 മണി ഞാൻ അവർക്ക് ട്യൂഷന് പോകും. ഉണ്ണിയേട്ടനവിടെ ഇടയ്ക്ക് താമസിക്കാൻ പോകുമ്പോൾ പറയാറുണ്ടായി, നീ സപ്ലൈ ഹൗസിലേക്കുള്ളൊരു വാഗ്ദാനമാണ്. അളിയാ, ഒരുപാട് രാത്രി ഉറക്കളച്ചെഴുതിയ തുണ്ട. ഓ, സെപ്റ്റംബറിൽ ഇൻവിജിലേഷനൊക്കെ കണക്കായിരിക്കും. ധൈര്യമായിട്ട് കുശിക്കോ. ഒരു സാധനം കൂടെ ഉണ്ട്. ദേ, ഇത് എൻ്റെ മാത്രം എക്സാം ഷർട്ടാ. തുണ്ട് വെച്ച് അടിക്കാൻ വേണ്ടി പ്രത്യേകം ഞാൻ തയ്യാറാക്കിയ പോക്കറ്റുകൾ. ഇത് യൂസ് ചെയ്താലേ ഇതിൻ്റെ ബെനിഫിറ്റ് നിനക്ക് മനസ്സിലാവും. ഇത് നാറ്റോടാ. ഇത് നാറ്റം നല്ലാടാ. നാറ്റമാണെങ്കിൽ ടീച്ചർമാരും അടുത്ത് വരില്ല. ഗായത്രി, നീ ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ ഒന്ന് ഫിറ്റ് ആയെന്ന് വിചാരിച്ച് നീ കൈ വിട്ടുപോയോ? ഒന്നുമില്ല, ചുമ്മാ ബൈക്കിലൊന്ന് കറങ്ങി, അത്രേ ഉള്ളൂ. ബൈക്കിലാ? എങ്ങോട്ട്? എൻ്റെ മോളൊരാഗ്രഹം പറഞ്ഞാണ്. കണ്ടു, ഗുഡ് ബൈ പറഞ്ഞു, ആശ്വാസമായി. വെരി ഗുഡ്, അതാ നല്ലത്. കറക്റ്റ് 11:11 വിളിച്ചത്. ഫോർ എ മൊമെന്റ് ഐ തോട്ട് ദ യൂണിവേഴ്സ് വാസ് കൺസ്പയറിങ്. അടി, യൂണിവേഴ്സിന് അതാ പരിപാടി, കൺസ്പയറിങ്. എടി, എനിക്ക് അവനിപ്പോഴും ഇഷ്ടമാണ്. ഓ മൈ ഗോഡ്, ലാസ്റ്റ് ഡേ നീ ഇനി വേലി ചാടുവോ? ഒന്നുമില്ല, സെറ്റാവില്ല എന്നറിയാം, എന്നാലും ഇഷ്ടപ്പെടാമല്ലോ. അവനിനി ഫ്രണ്ടാക്കാൻ പറ്റില്ല, അതാ എനിക്ക് വിഷമം. സി, 12th ബ്രേക്കപ്പ്, യു ഗോട്ട് ഓവർ ഇറ്റ് സോ ഈസി. പിന്നെയാണോ ഇത്? ബോബി, ഇത് അങ്ങനെയല്ല. എന്തെങ്കിലും ചെയ്യും. നീ കുളിക്കണ്ടോ? ഓപ്പോസിറ്റ് ഓഫ് ലവ് എന്താന്ന് തേങ്ങ. നീ കുളിക്കണ്ടോ ഗായത്രി? നീ കുളിക്കണില്ലേ?